ഇന്ത്യ ഒട്ടാകെ അക്കാലം മുതലുള്ള യുവജന നേതാക്കളുമായിട്ടുള്ളൊരു വലിയ ബന്ധത്തിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും താങ്കളെ സംബന്ധിച്ചുണ്ടാവും. പിന്നീട് അവിടെ നിന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം കണ്ണൂരിൽ പ്രവർത്തിച്ച ശേഷമാകുന്നു. പിന്നീട് സംസ്ഥാന നേതൃനിരയിലേക്ക് വരുന്നു. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നു. ഈ യാത്രകൾ ഉടനീളം സംഭവിക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴും ചർച്ചയാവുകയും ആളുകൾ വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒന്നാണ് താങ്കൾക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം. അതിനെ അതിജീവിച്ചു വന്ന ഇ.പി. ജയരാജൻ എന്ന നേതാവ്. ഏത് സമയത്തും ഏത് കാലത്തും അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ മായാത്ത ഒരു അനുഭവമോ ഓർമ്മയോ ആയി ആ സംഭവത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത് എന്താവും? എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം മുതൽ നിരവധി ഘട്ടങ്ങളിൽ ഭീകരമായ പോലീസ് മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതാണ്. ഒരു ഘട്ടത്തിൽ അത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപാണ്. കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു ഭീകരതയുടെ കാലഘട്ടത്തിൽ അവിടെ ജയപ്രകാശ് മൂവ്മെൻറ്റ് ശക്തിപ്പെട്ടു. ജയപ്രകാശ് നാരായണൻ അദ്ദേഹം കേരളത്തിലൊരു പര്യടനം ഉണ്ടായിരുന്നു. ആ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോഴിക്കോട് വന്നു. കോഴിക്കോട് നിന്ന് അദ്ദേഹം മംഗലാപുരത്തേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്തു. അന്ന് സഖാവ് A.K.G. കണ്ണൂർ പാർട്ടി ഓഫീസിൽ, ഞാനവിടെ പാർട്ടി ഓഫീസിലുള്ളപ്പോൾ അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി M.V. രാഘവൻ, അന്ന് M.V. രാഘവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജയപ്രകാശ് തീവണ്ടിയിൽ വരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് വീരേന്ദ്രകുമാർ അറിയിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കരിങ്കൊടി കാണിക്കാൻ കോൺഗ്രസ്സുകാർ ആസൂത്രിതമായ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. അവരക്രമാസക്തമാണ്. ആ കാര്യങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനുള്ള ജനങ്ങളും അവിടെ ഉണ്ടാകണം. അതനുസരിച്ച് രാവിലെ വെളുപ്പാൻ കാലത്തും 3:30-4 മണിക്കാണ് ആ വണ്ടി കണ്ണൂരിലെത്തുന്നത്. രാത്രി തന്നെ ആണ് ഞങ്ങളോട് പറയുന്നത്, രാത്രി തന്നെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന കേന്ദ്രങ്ങളിലൊക്കെ ബന്ധപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും വലിയൊരു ജനക്കൂട്ടമുണ്ട്. ആ ജനക്കൂട്ടം അവിടെ എത്തുമ്പോഴേക്കും സഖാവ് A.K.G. വന്നു. ട്രെയിനിൽ നിന്ന് സഖാവ് A.K.G.യുമായിട്ട് JP സംസാരിച്ചു. അതിനുശേഷം A.K.G. അവിടുന്ന് കാറ് കയറിപ്പോയി. JP ട്രെയിനിൽ മംഗലാപുരത്തേക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഏതാണ്ട് ഇന്നത്തെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയും, അവിടെ എത്തുമ്പോഴേക്കും വൻ പോലീസ് എന്നാ ഞങ്ങളുടെ ജാഥക്ക് നേരെ ആക്രമണം. എല്ലാവരെയും അടിച്ചു പിരിച്ചു. ഞാൻ പിന്നെ അടികൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ അടി ഏശാത്ത ഭാഗം ഉണ്ടായിരുന്നില്ല. പിന്നെ പോലീസിനെ കണ്ട് അടികൊണ്ട് ഓടുക എന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നടി. എന്നാണ് എൻ്റെ തലയൊക്കെ മുറിഞ്ഞ് എനിക്ക് വല്ലാത്ത തരത്തിലുള്ള പരിക്ക് പറ്റി അവിടെ അബോധാവസ്ഥയിൽ കിടന്നു. പിന്നെ എല്ലാവരും ഓടിക്കളഞ്ഞു, ഞാനേ ഉള്ളൂ. പിന്നീട് അവിടെ തന്നെ ഇട്ടിട്ട് പോലീസ്. പിന്നെ വെളുപ്പാങ്കലാകുമ്പോഴേക്കും ഈ വാർത്ത വരുന്നു, A.K.G. ഇതറിഞ്ഞു. A.K.G. എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മുമ്പിൽ SP.യുടെ ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്നെ അവിടെ നിന്ന് ഞാൻ പിന്നീട് മനസ്സിൽ വലിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു. ഉച്ചവരെ പോലീസ് സ്റ്റേഷനകത്ത്. പിന്നീടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു. പിന്നീട് ഹോസ്പിറ്റൽ വന്നിട്ടാണ് മജിസ്ട്രേറ്റ് പിന്നെ ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷം മൊഴിയെടുത്തു. അങ്ങനെ ഭീകരമായിട്ടുള്ള ആക്രമണം ഇത് 74-ലാണ്. പിന്നീട് 75-ൽ അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഞാൻ കുറേ കാലം DIR അനുസരിച്ച് ജയിലിലായി. പിന്നെ അതിനുശേഷം ഒളിവിലും തെളിവിലും ഒക്കെയായി പാർട്ടി രംഗത്ത് സജീവമായി. രാത്രിയാകുമ്പോൾ പോലീസിന് അറിയപ്പെടാത്ത സ്ഥലത്ത് പോയി കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയാണ് ജീവിതം ആദ്യ ഘട്ടങ്ങളിലൊക്കെ. അതിലൂടെയാണ് ഈ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കൂടുതൽ കരുത്ത് നൽകാൻ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിത അനുഭവമാണ് എനിക്ക് നൽകിയിട്ടുള്ള വഴി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സജീവമായി രംഗത്തിറങ്ങി, പ്രവർത്തന രംഗത്തൊക്കെ വന്നു. അങ്ങനെ അതിന് ശേഷമാണ് KSYF-ൻ്റെ ജില്ലാ സെക്രട്ടറിയായി. SFIയുടെ രംഗത്ത് സജീവമായിരുന്നു ഞാൻ SN കോളേജിൽ പഠിക്കുമ്പോൾ. പിന്നെ അതിനുശേഷം അതാണ് ഈ സർവകലാശാല നിയമത്തിനെതിരായിട്ട് തലശ്ശേരി കോടതിക്ക് മുമ്പിൽ പ്രകടനം നടത്തി. ആ തലശ്ശേരി കോടതിക്ക് മുമ്പിൽ വെച്ചിട്ട് ഭീകരമായിട്ടുള്ള മർദ്ദനമായിരുന്നു.
അന്നാണ് കേരളത്തിൽ ഈ CRPFൻ്റെ ആദ്യത്തെ അടി തുടങ്ങുന്നത്. പിന്നെ സർവകലാശാല നിയമത്തിനെതിരായിട്ടും SFI പ്രക്ഷോഭത്തിനെതിരെ. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് വർധന പറ്റും. അന്ന് ഞങ്ങളെയൊക്കെ അന്ന് രക്ഷിക്കാൻ പിണറായി എന്ന് ഓടിയെത്തി. ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയത് പിണറായിയൊക്കെയാണ്. അന്ന് ആ പരിപാടി പങ്കെടുത്ത വിദ്യാർത്ഥികളൊക്കെ കടലിൽ തുള്ളി. അവരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് പാട്ടിയം ഗോപാൽ, പിണറായി വിജയൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ നേതാക്കളാണ് രംഗത്ത് വന്ന് പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ പിന്നീട് പല ഘട്ടങ്ങളിൽ. ഈ ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് താങ്കളിലെ പോലൊരു അതെ. നേതാവിൻ്റെ വളർച്ച വന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് ഒരു ജനപ്രതിനിധിയായും മന്ത്രിയായും ഒക്കെ മാറുന്നത്. അതിനിടയിൽ പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സംഘടനാ സമ്മേളന കാലമാണ്. പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോഴാണ് ഒരു പാർട്ടി കോൺഗ്രസ് കാലത്ത് താങ്കൾക്ക് വലിയൊരു ആക്രമണം ഉണ്ടായത്. ഇതിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വന്നൊരു നേതാവ് എന്നുള്ളത് കൊണ്ടാണ് പുതുതലമുറയോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സാന്ദർഭികമായി കടന്നു വന്നത്. അങ്ങനെ വന്ന ഈ കാലത്ത് കേരളത്തിൻ്റെ മുൻ വ്യവസായ മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി അടക്കം ഇടതുമുന്നണി അടക്കം കേരളത്തിൽ വലിയ മാറ്റം വന്നു എന്ന് പറയുമ്പോൾ, പക്ഷേ ആ മാറ്റത്തെ ആ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മാധ്യമ സമീപനം കേരളത്തിൽ സംഭവിക്കുന്നുണ്ടോ? അതിനെ ശരിയാം വിധം വിലയിരുത്തുന്നുണ്ടോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ട്, ജില്ലാ സെക്രട്ടറി ആയി, അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം വലിയ ആക്രമണങ്ങൾ നേരിടും. എനിക്ക് നേരെ എൻ്റെ ഓർമ്മ ഒരു 4-5 പ്രാവശ്യം ബോംബ് എറിഞ്ഞിട്ടുണ്ട്. അത് ബോംബ് എറിഞ്ഞിട്ടാൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുമെന്ന് തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ വരെയുണ്ട്. ചിലപ്പോൾ സഞ്ചരിക്കുന്ന കാറിൻ്റെ ഡോറൊക്കെ തെറിച്ചു പോയി. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഘട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് ചാണ്ഡീഗറിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ട്രെയിനിനകത്ത് വെച്ച് വാടക കൊലയാളികൾ വെടിവെച്ചു. ആ വെടിവെച്ചപ്പോഴും അവർ ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി അവരവരുടെ യജമാനന്മാർക്ക് കൊടുത്ത സന്ദേശം ഞാൻ മരിച്ചു എന്നാണ്. പക്ഷേ പിന്നീടാണ് ഞാൻ മരിച്ചിട്ടില്ലെന്ന് വാർത്ത വരും. അതായത് വന്ന് ഡൽഹിയിൽ പിന്നെ അന്ന് ചെന്നൈയിൽ ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടർമാരുടെ വിദഗ്ധമായ ചികിത്സയൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ലണ്ടനിലൊക്കെ പോയി ചികിത്സയൊക്കെ വന്നു. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. അതിൽ നിന്നാണ് എന്നെ പാർട്ടി ഓരോ ചുമതലയും ഏൽപ്പിച്ചത്. ആ ചുമതല അനുസരിച്ച് ഒരു ഘട്ടത്തിൽ എന്നെ കേരളത്തിൻ്റെ നിയമസഭാധികനാക്കി. പിന്നീട് ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പും കായിക വകുപ്പും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏൽപ്പിച്ചു. ഈ ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി, കേരളത്തിൻ്റെ കായിക രംഗത്തെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒട്ടനവധി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.